ഹലോ ഗൈസ്. അപ്പോ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഫെബ്രുവരി 14 അങ്ങ് ആവാറായി. അപ്പൊ എന്തായാലും അത് പ്രമാണിച്ചുള്ള ഒരു ടാസ്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, ഇവർക്ക് ഒരു പേന, പേപ്പർ, സ്കെച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. ടാസ്ക് എന്ന് പറയുന്നത് ഒരു ലവ് ലെറ്റർ അങ്ങോട്ട് എഴുതുക. അതെന്തായാലും എഴുതാനായിട്ട് ഇവർക്ക് വലിയ മടിയൊന്നും കാണത്തില്ല, കാരണം ഓൾറെഡി എഴുതി ശീലമുള്ള ടീംസ് ആയിരിക്കും. ഷഹാസ് എഴുതിയിട്ടില്ല, പക്ഷെ ഷഹാസ് എനിക്ക് പറഞ്ഞുണ്ട്. അതേപോലെ ഞാൻ എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എഴുതിയില്ലെങ്കിൽ മനസ്സ് തുറന്ന് ഇന്ന് അങ്ങോട്ട് എഴുതിക്കോ. ഓക്കെ, എനിക്ക് എഴുതി പരിചയമില്ല, എന്നാലും അതെ, ആണായോണ്ട് പിന്നെ ഒട്ടും ലവ് ലെറ്റർ എഴുതാൻ അറിയേ പാടില്ല. മറ്റുള്ളവരെ ലവ് ലെറ്റർ ഒക്കെ വായിച്ചിട്ടുണ്ട്, കട്ടെടുത്ത് വായിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഉള്ളടക്കം കുറച്ച് അറിയാൻ പറ്റുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ടാസ്ക് പറഞ്ഞു ട്രൈ ചെയ്യാം. ഉണ്ട് 5 മിനിറ്റ് ആയിരിക്കും സമയം തന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന അങ്ങോട്ട് എഴുതി അങ്ങ് പിടിപ്പിക്കുക. ഒരു കാര്യം ചെയ്ക്കാക്കി കാക്കാന്റെ വൈഫിനെ അങ്ങോട്ട് എഴുതിക്കോ, ചാച്ചു എനിക്ക് അങ്ങോട്ട് എഴുതിക്കോ. ഇക്രൂര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇക്രു അങ്ങനെ എഴുതിക്കോ. കണ്ടിട്ട് ലാസ്റ്റ് കുടുംബ പ്രശ്നം ഉണ്ടാക്കരുത്. അല്ല, എനിക്ക് വേണ്ടി എഴുതാനാ ഞാൻ പറഞ്ഞേ. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്റെ എഴുത്ത് കണ്ടിട്ട് ഞാൻ ഇത്ര നല്ല എഴുതിയിരുന്ന ആളാന്നൊക്കെ പറയും ചിലപ്പോ. മൊത്തം ഒരാളെ പറ്റി പറയാൻ പറ്റില്ല. നമ്മുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടാൻ മറക്കരുത്. എഴുതിക്കോ. 5 മിനിറ്റ്സ് ആണ് കേട്ടോ, അതിനുള്ളിൽ എഴുതി തീർക്കണം. ആലോചിക്കാൻ സമയമുണ്ടോ? 5 മിനിറ്റ്സ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. ആദ്യം ചാച്ചു ലവ് ലെറ്റർ ആണ് എഴുതണത്, ഗവൺമെന്റിന്റെ ലെറ്റർ ഒന്നും അയ്യോ, ലവ് ലെറ്റർ എഴുതാൻ അറിയാത്ത ആണുങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കലേക്കൊക്കെ കോപ്പി അടിച്ച് ചെയ്താൽ 2 ഉണ്ട് ഇപ്പുറത്ത്. 5 മിനിറ്റ് ആണ്. അനാവശ്യ വർത്താനം ഒഴിവാക്കി എഴുതാൻ തുടങ്ങുക. പരീക്ഷയൊന്നല്ല എന്നുള്ളൊരു ബോധ്യം വേണം. ലവ് ലെറ്റർ ആണ്. ഇത്ര സ്റ്റാർട്ടിങ് ട്രബിളോ ലവ് ലെറ്റർ എഴുതാൻ? ഇവിടെ എഴുതി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു, നല്ലോണം വെച്ച് താങ്ങണ്ട്. 2 സെന്റൻസ് ഇപ്പളേ കഴിഞ്ഞു. സ്കൂളിൽ പോണി പാട്ടൊന്നും അല്ലാട്ടോ എഴുതാൻ ഉദ്ദേശിച്ചേക്കുന്നത്, ലവ് ലെറ്റർ ആണ്. ബോധ്യം വേണം. പല സിനിമാ പാട്ടുകളും നമുക്ക് ഉണ്ടാകുമെന്നും പറഞ്ഞ് അങ്ങ് എഴുതി അങ്ങ് ബലിപ്പിക്കണ്ട. മിസ്റ്റർ ഷഹാസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സ്കെച്ചൊക്കെ യൂസ് ചെയ്യണം കേട്ടോ, ഒന്ന് കളർഫുള്ളൊക്കെ ആക്കാം നിങ്ങൾക്ക്. എന്നും പറഞ്ഞ ബോർഡർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലവോ എന്തെങ്കിലൊക്കെ നല്ല ഭംഗിക്കൊക്കെ ഒരു പെണ്ണിന് കൊടുക്കണേണെന്നുള്ളൊരു ചിന്തയിൽ അങ്ങോട്ട് എഴുതുക. ടൈം തീരാറായിട്ടുണ്ട്. വേഗം നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങിക്കോ. എഴുതി തീർക്കാൻ. അഞ്ച് വരെ ഞാൻ എണ്ണും, അതുവരെ ഉള്ളൂ ടൈം. ഓക്കെ, ഭയങ്കര ആത്മാർത്ഥത. ഇവര് ഇത്ര ആത്മാർത്ഥതൊക്കെ പരീക്ഷ പോലും എഴുതിയിട്ടുണ്ടാവില്ല. സാരില്ല. അപ്പൊ ഞാൻ എണ്ണാൻ പോണേ കേട്ടോ. സമയം കഴിയാറെ 5 മിനിറ്റ് ആകെ ഉള്ളൂ നിങ്ങക്ക്. 1 2 3 4 5. നിർത്തിക്കോ. മതി. ബീട്രൂട്ട് വരക്കട്ടെ, ഓക്കെ അല്ലേ? നിർത്തിക്കോ, മാറ്റിക്കോ, കൂത്തൊക്കെ മാറ്റിക്കോ. ഇനി വെറുതെ ഭാവനയിലുള്ള ലവ് ലെറ്റർ നമുക്ക് എന്തായാലും വായിക്കണമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവര് വായിക്കണ്ടേ ഇവരുടേത്, നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാം.
അതാവുമ്പോ കുറച്ച് ഗുമ്മുണ്ടാകും. ഇവരുടെ തന്നെ വായിച്ചൊരു രസം ഉണ്ടാവില്ല. താൻ തന്നെ വായിക്കുന്നതല്ലേ? അല്ല ഞാൻ വായിക്കണല്ലോ, എഴുതിയവര് മറ്റുള്ളവർ അങ്ങോട്ട് വായിച്ചു. ഓക്കെ, ഷിജാസ് കാക്കാന്റെ ഇക്രു വായിക്കട്ടെ. ഇക്രുവിന്റെ ചാച്ചു വായിച്ചു. നമ്മളെ ഭാവനയില് വായിക്കാലോ. ചാച്ചുന്റെ അവിടെ, ചാച്ചുന്റെ ഷിജാസ് കാക്ക. എന്റെ കുറെ കഷ്ടപ്പെടും എന്തായാലും. 3 പേരുടെയും നമ്മൾ അങ്ങാടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് ഷിജാസ് കാക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാക്ക റെഡി അല്ലേ? പിന്നെ വായിക്കുമ്പോ ആ ഫീലോടെ വായിക്കണം. ലവ് ലെറ്റർ ആണെന്നുള്ള ഒരു ബോധ്യത്തോടെ വായിക്കണം. ഇത് ഷഹാസിന്റെ മനസ്സാണ് ഞാൻ ഇപ്പൊ വായിക്കാൻ വേണ്ടി പോണേ. ശരിക്കും എന്റെ ഭാവന വന്നൊരു ഭാവനയൊക്കെ എഴുതിയാണ്. അതേത് ഭാവന? വായിക്കുന്നത് ഞാനാണെങ്കിലും ഇത് ഷഹാസിന്റെ മനസ്സാണ്. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാൻ പോണാണ്. എന്റെ കരളേ കരളിന്റെ കരളേ. അത്ര ഉള്ളൂ കേട്ടാ, ഫുള്ള് പാട്ടല്ലേ കേക്കണത്, അത്ര ഉള്ളു. അത് ഊഹിച്ചെടുക്കണത്. അപ്പൊ ഞാൻ നിന്നെ കുറെ കാലമായി കാണുന്നു. ശരിയാണോ? നീ എന്നെ നോക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ദിവസവും നോക്കുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ നിന്നെ നോക്കാറുണ്ട്. ഓ നീ ഇല്ലാത്ത ജീവിതം, നീ ഇല്ലാത്ത ജീവിതം എനിക്ക് വള്ളി ഇല്ലാത്ത ട്രൗസർ പോലെയാണ്. അതാണ് ഇതേക്കണത്. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് വള്ളി ഇല്ലാത്ത ട്രൗസർ പോലെയാണ്. നിന്റെ ആ നോട്ടം അട്ടത്തിമറയത്തെ പെണ്ണിലെ പോലെ തോന്നും. എന്തോ എനിക്കറിയില്ല. ഈ ജീവിതത്തിൽ നീ എന്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ ബ്ലഡിന്റെ കളറാണെന്ന് വിചാരിച്ച് റെഡിലായിതേക്കണം. ഇത് എന്റെ ബ്ലഡിന്റെ കളറാണെന്ന് വിചാരിച്ച് തൽക്കാലം ക്ഷമിക്കുക. എന്റെ ചോര നിന്നിൽ അലിഞ്ഞു പോയി എന്ന് സ്വന്തം ചാച്ചൂസ് ഐ ലവ് യു ഉമ്മ. ഇതാണ് ഇതേക്കള്. ഷാസിനെ ഇതാനറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സത്യം പറഞ്ഞാലേ എനിക്ക് വേണ്ടി എഴുതിയതായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം കാണുന്നുണ്ടോ, എന്നെ കാണുന്നുണ്ടോ, ഇതൊക്കെ ഞാനൊരു കല്യാണം ഉറപ്പിച്ചപ്പോ കൊറേ വന്ന് ഒരു സത്യം മാത്രം എഴുതിയിട്ടുണ്ട്, വള്ളിയില്ലാത്ത ട്രൗസർ. സത്യമാണ് ശരിക്കും പറയുന്നത്. ഇനി ഇക്രു എഴുതിയ ലവ് ലെറ്റർ സ്വന്തം ചേട്ടനാണ് വായിക്കാൻ പോകുന്നത്. ചേട്ടന്റെ സാറില്ല എന്തെങ്കിലും ഉണ്ടാവും, നമുക്ക് വായിക്കും. ഇംഗ്ലീഷും മലയാളം കൂടി ചേർന്നിട്ടുണ്ട്. കുട്ടി മംഗ്ലീഷാണ് ഉദ്ദേശിച്ചേക്കുന്നത്. തുടങ്ങിക്കോ. സത്യം പറഞ്ഞാൽ എനിക്കിത് മനസ്സിലാവണില്ല. ഇവന് ഇംഗ്ലീഷും മലയാളവും കൂട്ടി എഴുതി വെച്ചേക്കാണ്. അത് ഇത് മനസ്സിലാവുന്നുണ്ട്. അത് ഞാൻ ഇത് വായിക്കാൻ പോണാണ്. എന്റെ പൊന്നു കരളിന്റെ കരളെ. ഇത് 3 കരളിന്റെ കരളുണ്ട്. അതാണ് പ്രശ്നം. ഇവനും മന കരളെന്നാ വിളിക്കണത്, ഞാൻ കരളാണെന്നറിയില്ല. ഇനി വായിക്കും. നിന്നെ ഞാൻ ഒരുപാടായി ഇഷ്ടപ്പെടുന്നത് നീ അറിയാതെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ പറയരുത്, ഇതൊരു ഫീലായിട്ട്. ഫീലില്ലാത്തൊരു അഭിപ്രായം പോയി. ഞാൻ എന്താ ചെയ്യാ? ഇഷ്ടപ്പെടുന്നത് നിന്നെ ഞാൻ ഒരുപാടായി സ്നേഹിക്കുന്നു. ഒരുപാടായി ഇഷ്ടപ്പെടുന്നത് നീ അറിയാതെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ മനസ്സിലാക്കിയത്, എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അതന്നെയാണ്, പക്ഷെ അതിനെന്താ അർത്ഥം? പ്രണയത്തിന്റെ കുട്ടി നീയാണ് എന്റെ ലോകം. അല്ല, എഴുതിയേക്കണ പോലെ വായിക്ക്. പ്രണയത്തിന്റെ രുധിര സിന്ദർ കുട്ടി നീയാണ്. പ്രണയത്തിന്റെ രുധിര സിന്ദൂര കുട്ടി നീയാണ് എന്റെ ലോകം. മൈ വേൾഡ്. രണ്ടൊന്നല്ല. പൊട്ടരാണോ? പിന്നെ നെക്സ്റ്റ്. നീ എൻ അവിഞ്ഞുപോയി. നീ എൻ ഭാവന നീ അവിഞ്ഞുപോയി. പോയാ തീർന്ന അവിഞ്ഞുപോയി. അവിഞ്ഞു ഒഴിവാക്കിന്ന് കട്ടായി പറഞ്ഞു.
പഴയ ലിപിയാണ് എഴുതിയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. പുതിയ ലിപി ആയിരുന്നെങ്കിൽ കളിക്കായിരിക്കും. ഈ ഭാവന നീ എന്റെ ഭാവനയിൽ നീ അരിഞ്ഞു ഒഴിവാക്കി ഒഴുകി കാറ്റായി പടർന്നു. കിട്ടി. നീ എന്റെ ഭാവനയിൽ അലിഞ്ഞു ഒഴുകി കാറ്റായി പടർന്നു. എന്നാ വരിയാണ് മോനെ ഇതാ അടിപൊളിയാണ്. അതിന് ബാക്കിയുണ്ട്, കൺവെൻഷൻ ഉണ്ട്. അരികിൽ ഞാൻ വരുമ്പോൾ നീയൻ അരികിൽ ഞാൻ വരുമ്പോൾ നീയൻ ലോകമായി തീരും. അത് പൊളിച്ചു. അത് ഇത് ഇവർ ഇത്ര നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ ഇപ്പോഴാണ് അറിയണത്. നിന്നെ ഞാൻ ഒരുപാട് പ്രണയിനി നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. പ്രണയിനി നിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ തന്നെ എഴുതിയേക്കണം. പ്രണയിനി നിന്നെ ഞാൻ ഒരുപാട് പ്രേമിക്കുന്നു. സോപ്പിട്ടാൽ സോപ്പിട്ടാ കുളിക്കണമെന്ന് കൊടുക്കാണ്ടിരുന്നു. അതെ നീ കൊടുക്കാതിരുന്ന നന്നായി. അല്ലെങ്കിൽ അവളിത് വായിച്ചിട്ട് സോപ്പിട്ട് കുളിച്ചിട്ട് വന്നു എന്തായി കുളിക്കാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. സോപ്പിൽ പോലും സ്വപ്നത്തിൽ പോലും നീ എനിക്ക് കിനാവായി വരും. സ്വപ്നത്തിൽ പോലും സോപ്പിൽ പോലും നീമുണ്ട് കിനാവായി വരുന്നു. കറക്റ്റാണ്. നീമിന്റെ സോപ്പൊക്കെ ഉണ്ടല്ലോ. സോപ്പിന്റെ നീ എന്റെ അമ്മയാണ്. അപ്പൊ വൈഫാണ്, സിസ്റ്ററാണ്, എല്ലാമാണ്. ലാസ്റ്റ് നീ നീ എന്റെ അമ്മയാണ്, വൈഫാണ്, സിസ്റ്ററാണ്, എല്ലാമാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ഉയർന്ന എഴുതിയിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്ക്. ഇതെന്താണ് ലാസ്റ്റ് ആവശ്യമൊക്കെ വരച്ചിട്ടുണ്ട് ഒരു ഇതിന് വേണ്ടിട്ട്. എന്ന് നിന്റെ സദേൺ റെയിൽവേ എന്ന് നിന്റെ സ്വത്തും ഒപ്പുണ്ടോ ഇതെല്ലാരും കഴിച്ചു നോക്കും. ഇത് മൂത്ര പേപ്പറാ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. എന്ന് നിന്റെ സ്വത്ത് വേണം. എന്തൊക്കെയുണ്ട്. അതെ റിച്ചിന് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഒന്നും കൂടി അങ്ങ് വായിക്കാൻ പോണേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഈ എ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് തുടങ്ങാൻ പോണേ. പൈതലേ എന്റെ പൊന്ന് കരളിന്റെ കരളെ, നിന്നെ ഞാൻ ഒരുപാടായി ഇഷ്ടപ്പെടുന്നത്. നീ അറിയാതെ നിന്നെ കാണാൻ സ്നേഹിക്കുന്നു. പ്രണയത്തിന്റെ രുതിര സിന്ദൂര കുട്ടി, നീയാണെന്റെ ലോകം, മൈ വേൾഡ്. നീ എന്റെ ഭാവനയിൽ നീ അലിഞ്ഞു ഒഴുകി കാറ്റായി പടർന്നു. അരികിൽ ഞാൻ വരുമ്പോഴും നീ ലോകമായി തീരും. ഇതേതോ പാട്ടിന്റെ വരിയാന്ന് തോന്നണം കേട്ടിട്ട്. പ്രണയിനി നിന്നെ ഞാൻ ഒരുപാട് പ്രേമിക്കുന്നു. സ്വപ്നത്തിൽ പോലും നീം കിനാവായി വരുന്നു. നീ എന്റെ അമ്മയാണ്, വൈഫാണ്, സിസ്റ്ററാണ്, എല്ലാമാണ്. നീ എന്ന് നിന്റെ സ്വത്തം ഫിക്കും. അപ്പൊ ചിക്കുമോൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഷിജാസ്കാക്ക് എഴുതിയിട്ടുണ്ട്. ഇക്രു ആണ് അത് വായിക്കാൻ പോണത്. നോക്കാം. പ്രിയപ്പെട്ട കക്കൂസ് എന്ന് പ്രിയപ്പെട്ട കക്കൂസ് പ്രിയപ്പെട്ട മോളൂസ് എന്റെ എഴുതി എങ്ങനെ എഴുതി എന്ന് എനിക്കറിയില്ല. ഇത്ര ഫീൽ മതി. തന്റെ അടുത്ത് എന്താ തന്റെ
തന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എനിക്ക് വിശപ്പാണ്. ഇത് പറയണം എന്ന് വിചാരിക്കും. നല്ല വിശപ്പ്. പക്ഷേ അടുത്ത് വരുമ്പോഴേക്കും ഒരു വിറവലാണ്. അതെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. അതന്നെ പേടിച്ചിട്ട് എന്തോ ഒരു ഇതാണ്. ഏതാണ് എന്തോ ഒരു കുളിര് പോലെ വരും. പിന്നെ പനി വരും. വിറവലുണ്ട്, കുളിരുണ്ട്, പനിയുണ്ട്. ഇനി ഇത് പറയുന്നതിൽ പറ്റാത്ത കൊണ്ടാണ്. പറയാത്തില്ല ഇനി ഇത് പറയാത്ത പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനിത്. അത് തെറ്റായിട്ട് എഴുതിക്കണം, നമുക്ക് ഒരു മാറ്റാൻ പറ്റുന്നില്ല. കള്ളന്മാരണ്ട എന്റെ പോലെ ഇങ്ങനെ വായിക്കും. ഇനി ഇത് പറയാത്തതിൽ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ എഴുതുന്നത്. കരള് എന്റെ പൊന്നോ, ഇതെന്താ കോപ്പി അടിച്ചേക്കണം. കരളിന്റെ കരള് എന്നോടൊന്ന് പറയൂ. ഈ പാട്ട് കരളിന്റെ കരളെ എന്നോടൊന്നു പറയൂ. എന്നോടോ പറയോന്നുണ്ടോ? എന്നെ നോക്കി കോപ്പി അടിച്ചണ്ട. ഈ പാട്ട് നമുക്ക് വേണ്ടി വിനീത് ശ്രീനിവാസൻ എഴുതിയതുപോലെ. അതെ പറഞ്ഞിരുന്ന ഇതുപോലെ ലവ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്. മൂന്നെണ്ണുള്ളൂ. കൊച്ചിന് ബാക്കി അപ്പൊ ഒരാൾക്ക്. അപ്പൊ ഇതെന്റെ മനസ്സാണ്. അതായതാണ് മനസ്സ്. എന്റെ മനസ്സിനെ ഇനി മുതൽ നീയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അത് കൊള്ളാട്ടാ, അവര് കൊള്ളാട്ടാ. ചേർത്ത് പിടിക്കേണ്ട ചേർത്ത് പിടിച്ചേക്കട്ടാ. അതുകൊണ്ട് ഇതിന് ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ലവ് യു ബേബി. ഓ ബേബി. വീട്ടിൽ പോയിട്ട് ഉടനെ ഒരു മറുപടി കൊടുത്തോളാം. അപ്പൊ എന്ന് സ്വന്തം മോളൂസിന്റെ ഷാജാസ് ലവും ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടാ. ഇത് കൊള്ളായിരുന്നു കേട്ടാ. ഐ ലവ് യു ബേബി. ബേബി 3 പേരുടെയും ലവ് ലെറ്റർ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എഴുതി വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഇക്രുവിന്റെയാണ്. എനിക്കും കുറച്ചും കൂടി കോമഡി ആയിട്ട് എനിക്കും നല്ല ഫീലോടെ കുട്ടി അത് എഴുതിയിട്ടുണ്ട്. എന്താന്നറിയോ, ഇത് ശരിക്കും പറഞ്ഞാ വായിച്ചാ തന്നെ ആ പെൺകൊച്ചു വീണ്. അതെ, അങ്ങനത്തെ അവസ്ഥയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കാൻ പിള്ളേരേതും. പിന്നെ ആ പെൺകൊച്ചു വീട്ടിൽ പോയിട്ട് അഗ്രിമെന്റ് ഒക്കെ എടുത്തിട്ടും തന്നെ സ്വത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധനം വായിക്കാൻ പറഞ്ഞ ഇതേ ഇവിടെ പാട്ട് ആ പാട്ട് എഴുതിണ്ട് ഇവിടെ സൈഡില്. പൈതലേന്റെ ഒരു അംശം പോലും അതിൽ വന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, പൈതലെന്നാണ് ഞാൻ വിചാരിച്ചു മറ്റേ വിക്രത്തിലെ പാട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് നമ്മള് February 14th വേണ്ടിട്ട് സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതിയേക്കുന്നുണ്ട് 3 എണ്ണവും കൂടി. നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ലവേഴ്സിന് എഴുതി കൊടുക്കുക. അതെ, ഈ വരുന്ന February 14 മൊബൈലിലല്ലാണ്ട് ഇതേപോലെ ലെറ്റർ എഴുതി കൊടുക്കണായിരിക്കും ഏറ്റവും. അതെ, നമ്മൾ പഴയ കാലത്തെ ഒരു വീണ്ടും കൊണ്ടുവരണം. ഇനിയുള്ള പിള്ളേര് ഇതേപോലെ ലെറ്ററിൽ ഇതുപോലത്തെ ലെറ്റർ അല്ല, നിങ്ങൾ അടിപൊളിയായിട്ടൊന്നുകൂടെ എഴുതുക. റിയൽ ആയിട്ട് സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതേപോലെ ലെറ്ററിൽ എഴുതി പഴയ കാലങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് ഞാൻ പറയുന്നു. ഓക്കേ ഗയ്സ്, അപ്പൊ നമുക്ക് നല്ലൊരു ഫീലാണ് ഇത്. ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമിലൊന്നും കിട്ടൂല. അതെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചലഞ്ചിങ് വീഡിയോ നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.